പ്രിയമുള്ളവരെ, വചനജ്വാല 1595 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജനുവരി 12 തിങ്കളാഴ്ച എല്ലാവർക്കും ഏറ്റവും നല്ല ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്നത്തെ വചനവായനയിൽ ഏശയ്യായുടെ പുസ്തകം 49 അധ്യായം 14 മുതൽ 26 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. എന്നാൽ സിയോൻ പറഞ്ഞു, കർത്താവ് എന്നെ ഉപേക്ഷിച്ചു, എൻ്റെ കർത്താവ് എന്നെ മറന്നു കളഞ്ഞു. മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഇതാ, നിന്നെ ഞാൻ എൻ്റെ ഉള്ളംകൈയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നിന്റെ മതിലുകൾ എപ്പോഴും എൻ്റെ മുൻപിലുണ്ട്. നിന്റെ നിർമ്മാതാക്കൾ നിന്നെ നശിപ്പിച്ചവരെക്കാൾ വേഗമുള്ളവരാണ്. നിന്നെ വിജനമാക്കിയവർ നിന്നിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു. ചുറ്റും നോക്കുക, അവർ ഒന്നു ചേർന്ന് നിന്റെ അടുക്കൽ വരുന്നു. കർത്താവായ ഞാൻ ശപഥം ചെയ്യുന്നു, നീ അവരെ ആഭരണമായി അണിയും. വധുവിനെ പോലെ നീ അവരെ നിന്നോട് ചേർക്കും. നിന്റെ പാഴ്നിലങ്ങളും വിജനദേശങ്ങളും കൊള്ളയടിക്കപ്പെട്ട സ്ഥലങ്ങളും അധിവാസത്തിന് തികയില്ല. നിന്നെ വിഴുങ്ങിയവർ അകന്നു പോകും. സന്താനങ്ങൾ നഷ്ടപ്പെട്ടത് ഓർത്ത് ദുഃഖിക്കുന്ന നിന്നോട് അവർ തിരിച്ചു വന്ന് പറയും, ഈ സ്ഥലം എനിക്ക് പോരാ, എനിക്ക് വസിക്കാൻ ഇടം തരുക. അപ്പോൾ നീ ഹൃദയത്തിൽ പറയും, വന്ധ്യയും പുത്രഹീനയും പ്രവാസിനിയും പരിത്യക്തയും ആയിരുന്ന എനിക്ക് ഇവർ എങ്ങനെ ജനിച്ചു? ആരെ ഇവരെ വളർത്തി? ഞാൻ ഏകാകനായി ഇരുന്നിട്ടും ഇവർ എവിടെ നിന്ന് വന്നു? ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ജനതകൾക്കു നേരെ ഞാൻ കരമുയർത്തുകയും അവർക്ക് അടയാളം കൊടുക്കുകയും ചെയ്യും. അവർ നിന്റെ പുത്രന്മാരെ മാറിലണച്ചും പുത്രിമാരെ തോളിലേറ്റിയും കൊണ്ടുവരും. രാജാക്കന്മാർ നിന്റെ വളർത്തു പിതാക്കന്മാരും രാജ്ഞിമാർ വളർത്തമ്മമാരും ആയിരിക്കും. അവർ നിന്നെ സാഷ്ടാംഗം വണങ്ങുകയും നിന്റെ കാലിലെ പൊടി നക്കുകയും ചെയ്യും. ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ നീ അറിയും. എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ലജ്ജിതരാവുകയില്ല. ശക്തനിൽ നിന്ന് ഇരയെയോ സ്വേച്ഛാധിപതിയിൽ നിന്ന് അടിമകളെയോ വിടുവിക്കുവാൻ കഴിയുമോ? കഴിയും. കർത്താവ് അരുളി ചെയ്യുന്നു, ശക്തനിൽ നിന്ന് അടിമകളെ വിടുവിക്കുകയും സ്വേച്ഛാധിപതിയിൽ നിന്ന് ഇരയെ സംരക്ഷിക്കുകയും ചെയ്യും. എന്തെന്നാൽ നിന്നോട് പോരാടുന്നവരോട് ഞാൻ പോരാടുകയും നിന്റെ മക്കളെ രക്ഷിക്കുകയും ചെയ്യും. നിന്നെ മർദ്ദിക്കുന്നവർ സ്വന്തം മാംസം ഭക്ഷിക്കാൻ ഞാൻ ഇടവരുത്തും. വീഞ്ഞുകൊണ്ടെന്ന പോലെ സ്വന്തം രക്തം കുടിച്ച് അവർക്ക് മത്ത് പിടിക്കും. ഞാൻ നിന്റെ രക്ഷകനും വിമോചകനും യാക്കോബിന്റെ ശക്തനായവനും ആണെന്ന് അപ്പോൾ മർത്യകുലർ അറിയും. ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് സ്കോട്ട്ലൻഡിലെ ഭക്തനായിരുന്ന ഡേവിഡ് രാജാവിന്റെ സേവകനായിരുന്ന വിശുദ്ധ എൽറഡിനെ അനുസ്മരിക്കുന്ന പൊൻസുദിനം. കൊട്ടാരത്തിലെ എല്ലാവരുടെയും കണ്ണിലുണ്ണിയായിരുന്നു എൽറഡ്.
ഹൃദയശാന്തതയായിരുന്നു ഇതിന് കാരണം. ഒരിക്കൽ രാജാവിന്റെ മുൻപിൽ വെച്ച് ഒരാൾ ഇയാളുടെ കുറ്റം വെളിപ്പെടുത്തിയപ്പോൾ അയാളോട് നന്ദി പറയുകയാണ് ഇയാൾ ചെയ്തത്. ലൗകിക സന്തോഷങ്ങൾ മുഴുകി കുറെ കാലം ജീവിച്ചെങ്കിലും മരണത്തെ പറ്റിയുള്ള ചിന്ത യോർക്ക് ഹയറിലെ സിസ്റ്റേഴ്സൺ ആശ്രമത്തിലേക്ക് എത്തിച്ചു. ഗ്രന്ഥരചനയിലും തൽപരനായിരുന്ന അദ്ദേഹം നിയമാനുസരണത്തിൽ കർത്തൃശ്രദ്ധനായ സൈമൺ എന്ന സന്യാസിയോട് എൽറഡ് മൗനസമയത്ത് ഒരിക്കൽ സംസാരിച്ചതിന് ശിക്ഷയായി സാഷ്ടാംഗം വീണ് പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെടുകയും സന്തോഷപൂർവം അത് ചെയ്യുകയും ചെയ്തു. പിന്നീട് ഒരിക്കലും ആയത് ലംഘിച്ചിട്ടില്ല. 33-ാം വയസ്സിൽ റവേഴ്സ്ബിൽ നവമായി സ്ഥാപിതമായ ആശ്രമത്തിന്റെ ആപട്ടായി തുച്ഛമായ ഭക്ഷണവും കഠിനമായ അധ്വാനവും മൗനവുമായിരുന്നു ദിനചര്യ. പലകയായിരുന്നു ശയ്യ. പലപ്പോഴും മെത്രാൻ സ്ഥാനം നീട്ടിയെങ്കിലും അത് കൂട്ടാക്കാതെ തപോനിഷ്ഠയിൽ ജീവിച്ച് 58-ാം വയസ്സിൽ കർത്താവിൽ നിദ്ര പ്രാപിച്ചു. പ്രിയമുള്ളവരെ, വിശുദ്ധ എൽറഡിന്റെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു തിങ്കളാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.